നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിസിൻ പോലുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം. അതല്ലെങ്കിൽ ഏത് കോഴ്സായിരിക്കും എനിക്ക് നല്ലൊരു ജോലി തരാം എന്നോർത്ത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടോപ്പ് എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളെ കുറിച്ചാണ്. ഇത് ഇന്ത്യയിൽ നിന്നല്ല, UK-ലും കാനഡയിലും ജർമ്മനിയിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലും മോസ്റ്റ് ഡിമാൻഡും ഹൈ സാലറി തരുന്ന കോഴ്സുകളാണ്. ഇത് ഞാൻ എൻ്റെ സ്വന്തം അനിയനോട് അല്ലെങ്കിൽ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായി പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഡോക്ടർ ആവണമെന്നില്ല. MBBS BDS ഒക്കെ നല്ല കോഴ്സ് തന്നെയാണ്, ബട്ട് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം ആൻഡ് മണി. എന്നാൽ എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ ഷോർട്ടറാണ്, ചീപ്പറാണ്, എന്നാൽ ഹൈ സാലറി തരുന്ന കോഴ്സുകളാണ്. നിങ്ങൾ എബ്രോഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കോഴ്സാണ് BSc നഴ്സിംഗ്. ദിസ് ഈസ് ദി മോസ്റ്റ് ഡിമാൻഡഡ് കോഴ്സ്. കേരളത്തിൽ നിന്നുള്ള മിക്ക സ്റ്റുഡൻസ് ഇപ്പോൾ UK, കാനഡ, ജർമ്മനി, അയർലൻഡിലൊക്കെ നേഴ്സായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാ കൺട്രീസിലും മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള വൺ ഓഫ് ദി പ്രൊഫഷൻ തന്നെയാണ് നഴ്സിംഗ്. രണ്ടാമത്തെ കോഴ്സാണ് ഫിസിയോതെറാപ്പി. അതായത് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് മൂലം ഉണ്ടാകുന്ന പെയിൻ, ഇഞ്ചുറീസ് ഒക്കെ തെറാപ്പി സെഷൻസ് വഴി റിക്കവർ ചെയ്തെടുക്കുന്നതാണ് ഫിസിയോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. And this profession is growing fast in both India and abroad. And third one is anesthesia technician and operation theatre technology. അതായത് അനസ്തേഷ്യ ഡോക്ടർമാർ അസിസ്റ്റ് ചെയ്യുന്നതും ഒരു സർജറിക്കിടയിൽ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ, ഓപ്പറേറ്റർ തിയേറ്റർ ടെക്നീഷ്യൻ എന്നിവയൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇതാകെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഹയർ ആയിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. ഇത് ഇന്ത്യയിലും അബ്രോഡിലും തന്നെ മോസ്റ്റ് ഡിമാൻഡഡ് കോഴ്സുകളിൽ ഒന്നാണ്. നാലാമത്തെ കോഴ്സാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അതായത് നിങ്ങളുടെ വീട്ടിൽ വയസ്സുകാർക്ക് ഉണ്ടാവില്ലേ, അവരുടെ ബ്ലഡ് യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലാബിലേക്ക് പോകുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ലാബിൽ വർക്ക് ചെയ്യുന്നവരാണ് ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അവർക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലാബിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു കോഴ്സാണ്. അഞ്ചാമത്തെ കോഴ്സാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി. അതായത് കൈയും കാലൊക്കെ ഓടിയുമ്പോൾ എക്സ്റേ എടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ എക്സ്റേ പോലെ തന്നെ MRI സ്കാൻ, CT സ്കാൻ, അങ്ങനെ പല സ്കാനിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് പഠിച്ചവരാണ്. ഇത് പഠിച്ചവരെ എല്ലാ ഹോസ്പിറ്റൽസിലും ആവശ്യമാണ്. ഇന്ത്യയിലും എബ്രോഡിലും വൺ ഓഫ് ദി മോസ്റ്റ് ഡിമാൻഡഡ് കോഴ്സുകളിൽ ഒന്നാണ് ഈ കോഴ്സ്. ഇപ്പം ഞാൻ ആകെ 5 കോഴ്സുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇനി കാർഡിയോ കെയർ ടെക്നോളജി, കാർഡിയോ വാസ്കുലർ ടെക്നോളജി, ഒക്യുപേഷണൽ തെറാപ്പി, ഡയാലിസിസ് ടെക്നോളജി, അങ്ങനെ അനവധി കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ചിട്ട് ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ ഇൻ ദി കമന്റ്സ്. ഓക്കെ, ഇതെല്ലാം ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ്. അപ്പോൾ വൺസ് നിങ്ങൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോലിക്ക് കയറാൻ സാധിക്കും. എല്ലാ ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ സെൻറ്റേഴ്സിലും ക്ലിനിക്സിലും ഈ കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞവരെ എല്ലാവർക്കും ആവശ്യമാണ്. ഇന്ത്യയിൽ നിന്നല്ല, എബ്രോഡിലാണെങ്കിലും നിങ്ങൾക്ക് മോസ്റ്റ് ഡിമാൻഡഡ് പ്രൊഫഷൻസ് ആണ് ഈ ഒരു കോഴ്സുകളൊക്കെ. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നഴ്സിംഗ് അല്ലെങ്കിൽ എലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോളേജസിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു ഹോസ്പിറ്റൽ എത്ര ബെഡഡ് ഹോസ്പിറ്റലാണെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ പരമാവധി ലാംഗ്വേജ് മുൻകൂട്ടി പഠിക്കാൻ ശ്രമിക്കുക, എസ്പെഷ്യലി മെഡിക്കൽ ബോർഡ്. ഇപ്പോൾ നിങ്ങൾക്ക് LBS വഴി കേരളത്തിൽ പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ മാംഗ്ലൂരിലൊക്കെ നല്ല നല്ല കോളേജസിൽ, അതും ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നോർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നോർത്തിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ആൻഡ് ഇഫ് ദിസ് വീഡിയോ ഹെൽപ്പ് യു, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.